ഇത് എത്ര വർഷമായി ഇത് കായ്ക്കാൻ സ്നേഹിതരെ, ഇത് നമ്മുടെ ഹൈക്കോടതിയിലെ നമ്മുടെ അൻസാരി വക്കീലാണ്, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു. അദ്ദേഹം നല്ലൊരു കൃഷിക്കാരാണ്. ആ ചിത്രപുരത്ത് സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അരികെ ഇങ്ങനെ കുമ്പുക്കൽ കൊടിയുടെ തലയുണ്ട്, ഞാൻ പിന്നെ നാഗവതി ഇട്ട തലയുണ്ടെന്ന് അറിഞ്ഞതനുസരിച്ച് അദ്ദേഹം വന്നതാണ്. ഇപ്പോൾ ഇതാണ് കുമ്പുക്കൽ കൊടി. സാറ് മനസ്സിലായില്ലേ? അപ്പോൾ സാർ ഇത് പറഞ്ഞു കേട്ട് കുമ്പുക്കൽ കൊടി നന്നായിട്ട് കായ്ക്കുമെന്ന് അറിഞ്ഞു. അപ്പോൾ സാറിന് എന്താ ഈ കൊടിയെ പറ്റി അറിയേണ്ടത്? ഈ കൊടി എത്രാം വർഷം കായ്ക്കും? ഈ കൊടി എന്ന് വെച്ചാൽ 1-ാം വർഷം തിരിയിട്ടത് ഞാൻ കുട്ടമ്പഴ ഇട്ടത് സാറിനെ കാണിച്ചു തന്നു. ഇത് 2-ാം വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് 3-ാം വർഷം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ 3-ാം വർഷത്തെ തിരിയിട്ട് നിൽക്കുന്നതാണ് ഈ കൊടിയെ. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു 1000 കൊടി ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ചെറിയ പരാജയം പറ്റിയായിരുന്നു. പരാജയം എന്ന് വെച്ചാൽ താങ്കാലിനകത്താണ് പറ്റിയത്. താങ്ങുകാൽ ഒന്നക്കാലിട്ടു, അതുപോലെ മുരിക്കുംകാലിട്ടു, അതിലൊന്നും രക്ഷയിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കംപ്ലീറ്റ് കൊടിക്കുക 1000 ഈ ഇത് എന്നാന്ന് സാറിന് മനസ്സിലായോ? പയ്യാനിക്കാലാണ്. അപ്പോൾ പയ്യാനിയിലാണ് കൊടി കെട്ടേണ്ട കാര്യമില്ല, സ്മൂത്തായിട്ട് കയറിപ്പോവും. അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അട്ടക്കാല് ശരിക്കും പിടിക്കും. അട്ടക്കാല് ശരിക്കും പിടിക്കും. അപ്പോൾ ഈ കുമ്പുക്കൽ കൊടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് മുളക് തെങ്ങി നിറഞ്ഞ് കായ്ക്കും. അതുപോലെ തന്നെ കേട് കുറവുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ. ഇത് സാറ് ഒരു മുളക് സാറ് പറിച്ചെടുത്തതാണ്. ഇതിങ്ങനെ തിരിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇതേലാണ്ട് 110 മണി കാണും എന്നൊക്കെയാണ് അതിൻ്റെ ഒരു കൃത്യത. മറ്റു കാര്യങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്നൊവേഷൻ അവാർഡ് കിട്ടിയ കൊടിയാണ്. അപ്പോൾ ഒരു മുണ്ടക്കയങ്കാരനെയാണ്. ഇതിന് വെയിറ്റ് മറ്റേ ഇതിനേക്കാളും കൂടുതലുണ്ട്, കരിമുണ്ടേക്കാളും കൂടുതലുണ്ട്. അതുപോലെ തന്നെ മെതിക്കാൻ എളുപ്പമുണ്ട്, പറിക്കാൻ എളുപ്പമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാറിങ്ങനെ ചിത്രപുരത്ത് കൊണ്ടുപോയി സാറിൻ്റെ തോട്ടത്തിലിടാൻ വന്നിരിക്കുകയാണ്. അത് സാറ് കൊണ്ടുപോയി നന്നായിട്ട് കൃഷി ചെയ്ത് ഈ പ്രായത്തിലും സാറിനെ പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കൃഷി ചെയ്യാനുള്ള ആവേശമുണ്ട്. നമ്മളെപ്പോലെ എനിക്കുമുണ്ട് പ്രായം. അപ്പോൾ അതാണ് കൃഷിക്കാരൻ്റെ ആവേശം. ഓക്കെ, താങ്ക് യു.